ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ജയം ട്രിപ്പിൾസ്. ഇപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്, കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യല് എന്നിട്ടോ. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എന്ന് കണ്ടിട്ട് വരാം. അപ്പം ഞാൻ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യൽ ഇതാക്കണം ഈ ഇൻഷോട്ട് പറഞ്ഞൊരു ആപ്പിലാണ്. അപ്പോൾ ആപ്പ് തുറന്നാൽ ആദ്യം കാണുന്നത് ഇതുപോലെ ഒരു പേജാണ് കേട്ടോ. ഇതിൽ വീഡിയോസും ഫോട്ടോസും എന്ന് പറഞ്ഞാൽ കുറച്ച് ഓപ്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ വീഡിയോ ഒക്കെയാണ് എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ. വീഡിയോ എടുത്തതിന് ശേഷം ഇതുപോലെ ന്യൂ പറഞ്ഞ ഒരു ഓപ്ഷനിൽ പോയി നിൽക്കുക. അതിന് ശേഷം ഇതുപോലെ നമ്മളെ ഗാലറിയിൽ ഇല്ല എല്ലാ വീഡിയോസും ഇതിൽ വരും. നമുക്ക് ഏതാണ് എഡിറ്റ് ചെയ്യേണ്ട വീഡിയോ എന്ന് വെച്ചാൽ ആ ഒരു എഡിറ്റിംഗ് ചെയ്യേണ്ട വീഡിയോ എടുക്കാം കേട്ടോ. ഞാനിതാ മക്കളുടെ ഈ ഒരു വീഡിയോ ആണ് എടുത്തിട്ടുള്ളത്. വീഡിയോ എടുക്കുമ്പോൾ അതാകൊണ്ട് ഈ ഒരു രീതിയിലേക്കും വരിക കേട്ടോ. അപ്പോൾ അത് നമുക്ക് ആദ്യത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ക്യാൻവാസ് ആണ് കേട്ടോ. അതെന്താ വെച്ചാൽ നമ്മുടെ യൂട്യൂബിലാണ് ഇടണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. റീലായി കാണുകയാണെന്നുണ്ടെങ്കിൽ ആ ടിക്ടോക്കിൻ്റെ പോലത്തെ ആ ഒരു ഇതുമ്മ നിൽക്കുക കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പേജ് നമുക്ക് വലിപ്പം കുറക്കാനും കൂട്ടാനുള്ളൊരു ഓപ്ഷനാണ് കേട്ടോ ഈ ഒരു ക്യാൻവാസ് പറഞ്ഞാൽ ആദ്യത്തെ ഓപ്ഷന്. അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓഡിയോ എന്നാണ് കേട്ടോ. അപ്പോൾ ഈ ഓഡിയോയിലാണ് നമ്മൾ വോയിസ് റെക്കോർഡൊക്കെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാക്കണോ ഈ ഇതിൽ റെക്കോർഡ് എന്ന ആ ഓപ്ഷനിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ വോയിസൊക്കെ ഞാൻ കൊടുക്കുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നമ്മൾ വീഡിയോ എടുക്കുന്നത് പോലെ ഒരു ബട്ടൺ വരും. ആ ബട്ടൺമേ നെക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ വോയിസ് കൊടുക്കുന്നത് എന്താ വെച്ചാൽ വോയിസ് കൊടുക്കാം. അപ്പോൾ നമ്മൾ വോയിസൊക്കെ കൊടുത്തതിന് ശേഷം ഇതുപോലെ സ്റ്റോപ്പാക്കി കൊടുക്കട്ടെ. ആ ബട്ടൺമേ തന്നെ സ്റ്റോപ്പാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു വീഡിയോയിൽ നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്ത വോയിസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ റീസ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അത് ഇതാക്കണം ആ ഒരു റൗണ്ടിൻ്റെ ഒരു ബട്ടൺ ഉണ്ടല്ലോ, ആ ബട്ടൺമേ ഞെക്കിയാൽ ഇതുപോലെ റീസ്റ്റോർ ചെയ്ത് കാണാൻ ആദ്യം തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാം കേട്ടോ. അല്ല നിങ്ങൾ ലാസ്റ്റ് ഇട്ട ഒരു വോയിസാണ് കുറക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഡിലീറ്റ് ആക്കിയാൽ മതി കേട്ടോ. കണ്ടില്ലേ, ഞാനിവിടെ ചെയ്യുന്ന പോലെ ആ ഒരു ഡിലീറ്റ് ബട്ടൺമേ ഞെക്കിയാൽ നമ്മൾ ലാസ്റ്റ് കൊടുത്ത വോയിസ് ഓവർ അവിടെ ഡിലീറ്റായി പോകും. ഈ രീതിയിൽ വേണ്ട ചെയ്യാൻ. ഇനി നിങ്ങൾക്ക് മുഴുവനായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു റീസ്റ്റാർട്ടുമ്പോൾ പോയിക്കാണ്ട് ഞെക്കി കൊടുക്കാം കേട്ടോ. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് അതിൽ തന്നെ മ്യൂസിക്കാണ്. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ ഞാനുള്ള മ്യൂസിക് തന്നെയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കൽ. ഞാൻ ട്രാവലിൽ വ്യൂസ് പറഞ്ഞാണ്ട് ഒരു മ്യൂസിക് ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതുപോലെ വ്യൂസ് പറഞ്ഞ മ്യൂസിക്കാണ് ഞാൻ അധികവും പ്ലേ ചെയ്യാറ്. നിങ്ങളെ ഇഷ്ടത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വോയിസ് മ്യൂസിക് വേണമെന്നുണ്ടെങ്കിൽ മൈ മ്യൂസിക് പറഞ്ഞൊരു ഓപ്ഷനും കൂടി ഉണ്ടാവും കേട്ടോ. അതുമ്പോൾ പോയിക്കാണ്ട് നെക്കി കൊടുത്താൽ മതി. നമ്മൾ ആഡ് ചെയ്ത ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വോയിസ് കൂട്ടാനും കുറക്കാനും ഒരു ഓപ്ഷനാണ് കേട്ടത്. മാക്സിമം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അതാക്കണം ഇവിടെ കണ്ടില്ലേ ഈ വോളിയം എന്ന ആ ഒരു ഓപ്ഷനിൽ വേണം കേട്ടോ ഇത് നെക്കി കൊടുക്കാൻ. എന്നാലാണ് നമുക്ക് കറക്റ്റ് എങ്ങനെയാണ് വോയിസ്, ഒരുപാട് വോയിസ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കൊടുക്കാം കേട്ടോ. അത് ചെയ്തതിന് ശേഷം ടിക്ക് മാർക്കുമ്പോൾ പോയിക്കാണ് ടിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ടെക്സ്റ്റ് ആണ് കേട്ടോ. ടെക്സ്റ്റിൽ സ്റ്റിക്കറാണ് ഒരു ഓപ്ഷൻ ഉണ്ടാകും. ഈ സ്റ്റിക്കർ എന്ന് പറയുന്നത് പോലെ നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ സ്റ്റിക്കറുകളൊക്കെ ഉണ്ടാവില്ലേ, ഷെയർ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിക്കാണ്ട് കുറച്ച് സ്റ്റിക്കറൊക്കെ ഉണ്ടാവുമല്ലോ. ആ സ്റ്റിക്കറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനത്തെ എല്ലാം നിങ്ങൾക്ക് ഫോട്ടോസാണ് വെക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഓപ്ഷൻ ഉണ്ട് ഗാലറിയിൽ പോയിക്കാണ്ട് കാണാൻ കേട്ടോ. അപ്പോൾ ഇതാക്കുന്ന ഇതിൽ ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്തുകാണ്ട് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിൻ്റെ ഐക്കൺ ഉണ്ടാവുമല്ലോ, അതായത് പ്രൊഫൈൽ ഫോട്ടോ, അത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വീഡിയോ എൻഡിങ് ഭാഗം വരെ ആ ഒരു വീഡിയോയിൽ ആ ഫോട്ടോ വരുന്ന വിധത്തിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് വലിപ്പം കുറക്കാനും കൂട്ടാനും അതുപോലെ തന്നെ ഏത് ഭാഗത്താണ് വേണ്ടത് എന്ന് വെച്ചാൽ അതിനൊക്കെ ഓപ്ഷൻ ഉണ്ട്. ഞാൻ അത് അതുപോലെ സൈഡിലൊന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ അവിടെ മേലെ ഇതാക്കണ ഒരു ഇൻറ്റു മാർക്ക് ഉണ്ട്, അവിടെ ടച്ച് ചെയ്താൽ ആ ഇൻറ്റു മാർക്കുമ്പോൾ ടച്ച് ചെയ്താൽ അതാണ് ഡിലീറ്റ് ആയി പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് ഷെയറോ അല്ലെങ്കിൽ ഇതിൽ കണ്ടില്ലേ ഇൻസ്റ്റഗ്രാം, അതുപോലെ തന്നെ ഷെയർ, ലൈക്കിൻ്റെ ബട്ടൺ, അങ്ങനെ കുറേ ബട്ടൺസ് ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്.
കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാനിപ്പോൾ സ്റ്റിക്കറായിക്കാണ്ട് ഈ ഫോട്ടോ ആണ് വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ആ ഫോട്ടോയിൽ നമുക്ക് വീഡിയോ മുഴുവനായിട്ട് ആ ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആരോ മാർക്ക് ഉണ്ടല്ലോ അതുമൊന്ന് ഇതുപോലെ നീക്കി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നീക്കി കൊടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ അത് ഡിലീറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ആണ് കേട്ടോ. അതിൽ ടെക്സ്റ്റിൽ ഞാനിവിടെ സബ്സ്ക്രൈബ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഒക്കെ നമ്മൾ ഐക്കണൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ സബ്സ്ക്രൈബ് എന്ന് എഴുതാനുള്ള ഓപ്ഷനാണ് കേട്ടത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നമ്മളെ വീഡിയോയിൽ ആഡ് ചെയ്യണം, അതായത് ടെക്സ്റ്റ് ചെയ്ത് കാർഡ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ എടുക്കാം കേട്ടോ. അതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീഡിയോയിൽ എത്ര ഭാഗം വരെ വേണം, വീഡിയോ മുഴുവനായിട്ടും ആ ഒരു സെൻറ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആ ഒരു സ്ഥലം നീക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഭാഗം വരെ ഒന്ന് നീക്കി കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ അവിടെ സബ്സ്ക്രൈബ് എന്ന് കാണുന്നത് അതുപോലെ ആക്കി കൊടുക്കാം. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഫിൽറ്ററാണ് കേട്ടോ. അതായത് നമ്മളെ വീഡിയോസ് ഒട്ടേറെ ക്ലിയർ ഒന്നുമില്ല, അതുപോലെ കൂടുതൽ കളറൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഭാഗമാണ് ഈ ഫിൽറ്റർ എന്ന് പറയുന്നത്. ഫിൽറ്റർ ഭാഗം എടുത്തതിന് ശേഷം ഇതുപോലെ അഡ്ജസ്റ്റിൽ വന്നിട്ടാണ് ചെയ്യുക കേട്ടോ. ഞാൻ അഡ്ജസ്റ്റിലാണ് ചെയ്യാറ്. നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ അഡ്ജസ്റ്റിൽ ചെയ്യുമ്പോൾ. ബ്രൈറ്റ്നെസ് കൂട്ടാൻ, അതുപോലെ തന്നെ കുറച്ച് ഹൈലൈറ്റായി നിൽക്കാൻ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ടാകും കേട്ടോ ഈ ഒരു ഭാഗത്ത്. ഞാൻ എല്ലാത്തിലും ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഭാഗം, അതായത് ഫിൽറ്റർ കേട്ടോ. ഫിൽറ്റർ എന്ന് പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യൽ. ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് വീഡിയോ നമ്മൾ സ്റ്റിക്കർ വെക്കുന്നുണ്ടല്ലോ അതുപോലെ വീഡിയോ ഏതെങ്കിലും സൈഡിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ആഡ് ചെയ്യാം എന്നാണ് കേട്ടോ ഇനി പറയാൻ പോകുന്നത്. ഫിൽറ്ററിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ടാകും ഒരു പിപ്പ് എന്ന് പറഞ്ഞ് കണ്ടിട്ടോ, അത് തന്നെയാണ് അതിൻ്റെ പേരെന്ന് വിചാരിക്കുന്നു. PIP എന്ന് എഴുതിക്കാണ്ട് ഒരു ഓപ്ഷൻ ഉണ്ടാകും. അവിടെ പോയി കണ്ട് നെക്കി കൊടുത്താൽ നമുക്ക് ഏതെങ്കിലും ഇതുപോലെ സൈഡിലൊരു വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ ഒരു നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യേണ്ടവരുണ്ടാവുമല്ലോ, അവർക്കുള്ള ഒരു ഓപ്ഷനാണ് ഇത്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ സംസാരിക്കുന്ന ടൈമിൽ തന്നെ സൈഡിൽ ഇതുപോലെ വീഡിയോ ആക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷന് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. അപ്പോൾ ഞാൻ മക്കളൊരു വീഡിയോ ആണ് ഇതിൻ്റെ സൈഡിൽ കൊടുക്കുന്നത്. ആ വീഡിയോക്കും അതുപോലെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കൂടുതൽ വോയിസ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കുക, അതുപോലെ ഫിൽറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കുക. സ്പീഡ് നല്ല സ്പീഡില്ലാതെ സ്ലോയിലാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഈ ഒരു ഭാഗത്തും. ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ സൈഡിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട ഒരു ഓപ്ഷനും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ആയിരിക്കും നമ്മൾ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യുമ്പോൾ. അതും എൻ്റെ സ്ക്രീന് വരെ ആ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് എൻ്റെ വരെ ഒന്ന് നീക്കി കൊടുക്കാം കേട്ടോ. ഇതിലടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് വീഡിയോസ് സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. ഒരു മുഴുവനായിട്ടുള്ളൊരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്പ്ലിറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷനുമ്പോൾ പോയി കണ്ട് നെക്കി കൊടുത്താൽ മതി കേട്ടോ. ആ സ്പ്ലിറ്റുമ്പോൾ നെക്കി കൊടുത്താൽ നമുക്ക് വീഡിയോ സെപ്പറേറ്റഡ് ആവും. ആ സമയത്ത് നമുക്ക് എവിടെയെങ്കിലും ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒഴിവാക്കി കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ടാകും വോളിയം, അതായത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. നമ്മൾ എടുത്ത ആ വീഡിയോൻ്റെ ബാക്കിലുള്ള സൗണ്ട് കുറക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ഓപ്ഷൻ ആയിരിക്കും കേട്ടോ. ഈ വോളിയം എന്ന ബട്ടൺ നെക്കി കൊടുത്താൽ നമുക്ക് ഡിലീറ്റ് ആക്കാവുന്നതാണ്. കണ്ടില്ല, വോളിയം എന്ന ഒരു ഭാഗത്ത് വേണം കേട്ടോ അത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കുറക്കാനുള്ളതാണ് കേട്ടോ അത്. അതുപോലെ തന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് സ്പീഡാണ് കേട്ടോ. നമുക്ക് വീഡിയോ ഭയങ്കര ലോങ് ആണെന്നുണ്ടെങ്കിലൊക്കെ ഇതുപോലെ കുറച്ച് സ്പീഡ് കൂട്ടി കൊടുത്താൽ വളരെ ഉപകാരമാകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പീഡിൻ്റെ ഓപ്ഷനുമ്പോൾ നെക്കി കൊടുക്കുക കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോയിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ, അല്ലാതെ കൂടുതലായിട്ട് ചെയ്യാറൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ കുറച്ച് ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷനും ഒക്കെ ഈ വീഡിയോയിലുണ്ട്. അതുപോലെ തന്നെ വീഡിയോ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ റൈറ്റിലും ലെഫ്റ്റിക്കും അയക്കാണ്ട് ഒരു മാറ്റാനുള്ള രീതിയിലൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു ആദ്യമായിട്ട് തുടങ്ങുന്ന യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ആപ്പിൽ ഏറ്റവും നല്ലത്, മൈക്കൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വോയിസ് കൊടുക്കാൻ വളരെ ഉപകാരമുള്ളൊരു
ആപ്പാണ് ഇൻഷോട്ട് പറഞ്ഞിക്കാണ്ടില്ല ഈ ഒരു ആപ്പ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നമ്മൾ എക്സ്പോർട്ട് എന്ന് പറയുന്ന ആ ഒരു ബട്ടണുമ്പോൾ നെക്കി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നെറ്റൊക്കെ തുറന്നിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ വീഡിയോസിന് ചെറിയ പരസ്യമൊക്കെ ഉണ്ടാവും കേട്ടോ. അത് പെട്ടെന്ന് തന്നെ ക്ലോസ് ആക്കിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് എക്സ്പോർട്ട് വരുമ്പോൾ ഇതുപോലെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ഗാലറിയിലേക്ക് ഇത് സേവിങ് ആവും കേട്ടോ. അപ്പോൾ ഇതാക്കണം ഈ വീഡിയോ സേവിങ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിക്കാണ്ട് യൂട്യൂബിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കും ഫേസ്ബുക്കൊക്കെ ഒക്കെ അപ്ലോഡ് ആക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോ, അതായത് വേർട്ടി സ്റ്റുഡിയോയിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഡയറക്റ്റ് ആയിക്കാണ്ട് അങ്ങനെ ആഡ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് എവിടേക്കെങ്കിലും പോവുകയാണ്, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും കൈ തട്ടിക്കാണ്ട് അതൊന്ന് ഡിലീറ്റ് അയക്കണമെന്നുണ്ടെങ്കിൽ ആ ഇൻഷോട്ട് ഇതുപോലെ ഓപ്പൺ ചെയ്ത് നോക്കുക. എന്നിട്ട് ആ ന്യൂവിൻ്റെ താഴെ ഉണ്ടാകും നമ്മൾ ലാസ്റ്റ് എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോ കേട്ടോ. അപ്പോൾ അതുമ്പോൾ പോയി കണ്ട് നെക്കിയാൽ നമ്മൾ എത്ര ഭാഗം വരെയാണ് ചെയ്തിക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിക്കാണ്ട് അതിൽ കാണും കേട്ടോ. അപ്പോൾ ഒരു ടെൻഷൻ അടിക്കാണ്ട് നമുക്ക് പെട്ടെന്നൊക്കെ ഒരു വീഡിയോ എങ്ങനെയെങ്കിലും ഒന്ന് കൈ തട്ടി പോകുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നോക്കിയാൽ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. ഇപ്പം ഞാനിതാക്കൊണ്ട് ഈ ഒരു ആപ്പിൽ ചെയ്തതാണ് കേട്ടോ. എൻ്റെ എല്ലാ വീഡിയോസും അതിൽ നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഇപ്പോൾ എത്ര ഉള്ളൂ കേട്ടോ. ഇങ്ങനെ വേണം ഈ ഒരു ഇൻഷോട്ടിൽ നമ്മൾ ഉപയോഗിക്കാൻ. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യൽ മുഴുവനും ഈ ഒരു ആപ്പിൽ വെച്ച് തന്നെയാണ് കേട്ടോ. ഞാൻ അതാട്ടോ ഇതുപോലെയാണ് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യൽ. പറയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. യൂട്യൂബിൻ്റെ തമ്പിനെയിൽ എങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിക്കാണ് ഉണ്ടാക്കാം എന്നതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. ഇപ്പോൾ നമ്മൾ യൂട്യൂബിൻ്റെ തമ്പിനെയിൽ എന്ന് പറയുന്നത് നമ്മൾ യൂട്യൂബ് തുറക്കുന്ന ആ ഒരു ടൈമിൽ കാണുന്ന കുറച്ച് പിക്ചേഴ്സ് ഉണ്ടാവുമല്ലോ, കുറച്ച് ടെക്സ്റ്റ് ഒക്കെ ചെയ്ത് കാണില്ല, ആ അതിനാണ് തമ്പിനെയിൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ തമ്പിനെയിൽ നല്ല ക്ലിയർ ആയിക്കാണ്ട് നല്ല HD ക്വാളിറ്റിയിലൊക്കെ ഉണ്ടാക്കിയാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ തമ്പിനെയിൽ കണ്ടാണ് വീഡിയോ എല്ലാവരും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ തമ്പിനെയിൽ എന്താണ് പറയുന്നത് വെച്ചാൽ നമ്മുടെ വീഡിയോയിൽ എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അതാണ് ഈ തമ്പിനെയിലിൻ്റെ ചെറിയൊരു ഭാഗം കേട്ടോ. അപ്പോൾ നമ്മൾ തമ്പിനെയിൽ മുഴുവനായിട്ട് പാരഗ്രാഫായി എഴുതൊന്നുമില്ല. അതിലേറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ എന്താണ് അതിൽ പറയുന്നത് എന്നാണ് ഈ ഒരു തമ്പിനെയിലിൻ്റെ ഭാഗത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് തമ്പിനെയിൽ ഉണ്ടാക്കുന്നത് എന്ന് ഞാൻ ഒരു വീഡിയോയിൽ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ഈ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക. ഇത് ഞാൻ തമ്പിനെയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് പിക്സൽ ലാപ്പ് ഇറന്ന ഈ ഒരു ആപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് പിക്സൽ ലാപ്പ്. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതുപോലൊരു പേജ് ആയിരിക്കും ഓപ്പൺ ആവുന്നത്. ഫസ്റ്റത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇമേജിൻ്റെ സൈസാണ് കേട്ടോ. അപ്പോൾ ആദ്യം വേണ്ടത് ഇതിൻ്റെ മുകൾ ഭാഗത്ത് കണ്ടില്ല ഇതുപോലെ 3 ഡോട്ട് ഉണ്ടാകും. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇമേജ് സൈസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും കേട്ടോ. 5ാമത്തെ ഓപ്ഷനാണ് ഇമേജ് സൈസ്. അതൊന്ന് ക്ലിക്കാക്കിയതിന് ശേഷം ഇതുപോലൊരു പേജായിരിക്കും കേട്ടോ വരുന്നത്. കസ്റ്റം എന്ന് പറയുന്ന ഒരു പേജായിരിക്കും ഓപ്പൺ ആവുന്നത്. അതിൻ്റെ ആ ആരോ മാർക്കുമ്പോൾ നെക്കി കൊടുത്താൽ ഇതുപോലൊരു പേജും കൂടി വരും കേട്ടോ. ഇതിൽ നമുക്ക് യൂട്യൂബ് തമ്പിലൈൻ എന്ന 5ാമത്തെ ഓപ്ഷനിൽ പോയി കണ്ട് നെക്കി കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഓക്കെ എന്ന ബട്ടൺ ആക്കി കൊടുക്കാം കേട്ടോ. ഇതുപോലെ യൂട്യൂബിൻ്റെ ബാനർ ചെയ്യാനും ടിക്ടോക്കിൽ അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ സ്ക്വയർ ഷേപ്പിലൊക്കെയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ യൂട്യൂബ് തമ്പിനെയിൽ എന്ന ഓപ്ഷനാണ് നെക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിൻ്റെ ഈ സെൻറ്റർ ഭാഗത്ത് ന്യൂ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയണം. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് തന്നെ ഡിലീറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അതുമ്പോൾ പോയി നെക്കി കഴിഞ്ഞാൽ ഈ ഒരു ഡിലീറ്റ് ആവും കേട്ടോ. ഇനി നമുക്ക് തമ്പിനെയിലിൻ്റെ പ്രൊസീജിയർ സ്റ്റാർട്ടാക്കാം. അപ്പോൾ താഴെ കണ്ടില്ല ഇതുപോലെ ഒരു ഡബിൾ ബോക്സിലൊരു ഓപ്ഷൻ ഉണ്ടാവും കേട്ടോ. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ബാക്കിൽ, അതായത് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് വെക്കാവുന്ന കളറുകൾ ഇതുപോലെ 2 ഡബിൾ കളറോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഒറ്റ കളറൊക്കെ വെക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് സെറ്റ് ആക്കേണ്ടത്. എന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തമ്പിനെയിലിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഇതിന് നല്ലൊരു നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു തമ്പിനെയിലുള്ള കളർ ഇവിടെ സെറ്റാക്കി കൊടുക്കണം. അപ്പോൾ ഇതിൽ പല ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം ഞാനിവിടെ നമുക്ക് യൂസ് ആക്കാവുന്ന കളറാണ് ഞാൻ എടുക്കുന്നത്. ഞാനൊരു മെറൂൺ ടൈപ്പിലുള്ളൊരു തീമാട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് ഞാനിവിടെ ഈ ഒരു കളറിൻ്റെ ബോക്സിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മെറൂൺ ഒന്ന് സെർച്ച് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കാണിച്ചു തരാം. ഇതിൻ്റെ താഴെ ഇവിടെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് കാണുന്നുണ്ടാകും. അവിടെ പോയി ക്ലിക്ക് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇതാക്കണം ഇതുപോലെ ഒരു പേജായിരിക്കും വരുന്നത്. അതിൽ നമുക്ക് വേണ്ട കളർ നമുക്ക് ചൂസ് ആക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു മെറൂൺ ടൈപ്പിലുള്ള ഒരു കളറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് കളറാണ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് യൂസ് ആക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കളർ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. നമ്മൾ ആദ്യം തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം നോക്കേണ്ടത് ഒരു റെഫറൻസ് എടുത്ത് നോക്കണം കേട്ടോ. എങ്ങനെയാണ് ചെയ്യാവുന്നത്, ഏത് കളറൊക്കെ വേണം തീം എന്നൊക്കെ ഫസ്റ്റ് ഒന്ന് നോക്കി വെക്കണം. അപ്പോൾ ഞാനിതാക്കണം മെറൂൺ ടൈപ്പിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ ഒരു ഗ്രേ കളർ നമുക്ക് ഒഴിവാക്കണം കേട്ടോ. അതിന് ഈ മാക്സിമം ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, നീക്കി കൊടുക്കുന്ന ഓപ്ഷന് മാക്സിമം ഈ ഭാഗത്തേക്ക് ഞാൻ ആഡാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടുത്ത കളർ ചൂസ് ആക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡ് ഭാഗത്ത് തന്നെ ഉണ്ടാകും പ്ലസ് പറഞ്ഞൊരു ഓപ്ഷൻ കേട്ടോ. അതും ആക്കി കൊടുത്താൽ നമുക്ക് ഒരു കളറും കൂടി ആഡ് ആക്കാനുള്ള ഒരു ഓപ്ഷൻ വരും. അവിടെ ഞാൻ കുറച്ചും കൂടി ഒരു ഡാർക്ക് തീമിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് കണ്ടില്ലേ ഇതുപോലെ ഒരു 5-6 ഓപ്ഷൻ ഉണ്ടാവും കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏത് ഷെയ്ഡിലാണ് വേണ്ടത്, സെൻറ്റർ ഭാഗത്താണ് ഷെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ മുകൾ ഭാഗത്താണ് ഷെയ്ഡ് കളറ് വ്യത്യാസം വരുന്നത് എന്നുള്ളതിനൊക്കെ ഒരു ചെറിയൊരു ഓപ്ഷനാണ് കേട്ടത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ അത് യൂസ് ആക്കാം. അപ്പോൾ ഞാനിതാക്കണം ഇങ്ങനെ ഒരു മെറൂൺ ടൈപ്പിൽ അവിടെ ഒരു ബ്ലാക്കും കൂടി കൊടുത്തുകൊണ്ടാണ് സെറ്റാക്കിയിട്ടുള്ളത് കേട്ടോ. നമുക്ക് അതിൻ്റെ ഇടയിലൊക്കെ കളർ കൂട്ടണം എന്നുണ്ടെങ്കിൽ പല പല ഐറ്റം കളേഴ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് പ്ലസ് പോയിൻ്റ് കണ്ടില്ല, അതിവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന കളർ ആഡ് ആക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒരു മെറൂണിൽ നിന്ന് ബ്ലാക്കിലേക്ക് വരുന്ന ആ ഒരു തീമിലാണ് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുള്ളത്. നമുക്ക് ഓക്കെ എന്ന ബട്ടൺ നെക്കിയാൽ കണ്ടില്ലേ ഇതുപോലെ ഒന്ന് ബാക്ക്ഗ്രൗണ്ട് സെറ്റായി വരും കേട്ടോ. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ടെക്സ്റ്റ് ആണ്. നമുക്ക് ടിക്ക് എന്ന ഓപ്ഷനിൽ നീക്കിയതിന് ശേഷം ടെക്സ്റ്റിലേക്ക് വരാം കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോട്ടോസൊക്കെ എന്തെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിൽ അതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തകൊണ്ട് സെൻറ്റർ ഭാഗത്തുള്ള ആ ഓപ്ഷൻ നെക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇമ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷന് വരും. അതിൽ നിന്ന് നെക്കി കൊടുത്താൽ ഡയറക്റ്റായി ഗാലറിയിലേക്ക് എത്തും കേട്ടോ. ഞാനിവിടെ തമ്പനെയിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ആയതുകൊണ്ട് തന്നെ യൂട്യൂബ് എന്ന ഒരു ലോഗോ ഞാൻ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിന് യൂട്യൂബിൻ്റെ ലോഗോ ഇവിടെ ഞാൻ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഷേപ്പിൽ ആകൃതിയിലൊന്ന് ആക്കിയെടുക്കാം. ഞാനിവിടെ സ്ക്വയർ ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. റൗണ്ട് ഷേപ്പിലൊക്കെ നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ. അതാണ് ഞാൻ ആദ്യം കാണിച്ചത്. പിന്നെ ഇതുപോലെ ഒരു ചെറിയൊരു സ്ക്വയർ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കുന്നുണ്ട്. ലോഗോ ഞാൻ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ആക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാക്കൊണ്ട് ലോഗോ ഇവിടെ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് പറ്റുന്ന ഷേപ്പിൽ നമുക്ക് എത്രത്തോളം സൈസ് വേണമെന്ന് വെച്ചാൽ ആ ഒരു സൈസിൽ നമുക്ക് ഇവിടെ സെറ്റാക്കി വെക്കാം. നമ്മൾ ആദ്യം എല്ലാതും സെറ്റാക്കി വെക്കാം കേട്ടോ. അതിന് ശേഷമാണ് എല്ലാതും ക്ലിയർ ആക്കുന്നത്. ലോഗോ വെച്ചതിന് ശേഷം ഇതുപോലെ ടെക്സ്റ്റിലേക്ക് പോകുക കേട്ടോ. എ എന്ന ഭാഗത്ത് ടെക്സ്റ്റ് ഉണ്ടാകും. ആ ടെക്സ്റ്റിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന നമ്മൾ എന്താണ് ടെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ യൂട്യൂബ് എന്ന് ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടെക്സ്റ്റ് ചെയ്തതിന് ശേഷം അതിൽ നമുക്ക് വേണ്ട കളറും കൂടി ഇവിടെ സെറ്റാക്കി കൊടുക്കാം. അപ്പോൾ താഴെ ഈ ഒരു ടെക്സ്റ്റിൽ ചെയ്യേണ്ട എഡിറ്റിങ്ങിനുള്ള ഓപ്ഷൻസ് ആട്ടോ ഈ കാണുന്നതൊക്കെ. അപ്പോൾ അതിൽ ഞാൻ കളർ ഇവിടെ ചൂസ് ചെയ്തിട്ടുണ്ട്. കളറ് ഞാനിവിടെ ബ്ലാക്ക് ആണ് കേട്ടോ ചൂസ് ചെയ്യുന്നത്. 2 ടൈപ്പിൽ വേണമെങ്കിൽ നമുക്കിത് കളർ ചേഞ്ച് ആക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതാക്കണോ അതൊക്കെ ഇതിന് ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ ബ്ലാക്ക് ഒന്ന് ചൂസ് ആക്കിയിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്കിതിൻ്റെ ഫൗണ്ട് അതായത് സ്റ്റൈൽ മാറ്റി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും കേട്ടോ. ഫൗണ്ട് പറഞ്ഞൊരു സ്റ്റൈൽ ഉണ്ടാകും, നമുക്ക് അത് യൂസ് ആക്കാം. ഞാനിതായിട്ട് ഈ ഒരു മോഡലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും ഡാർക്ക് തീമിൽ ഡാർക്ക് ടെക്സ്റ്റ് ചെയ്താൽ കാണില്ല എന്ന് കേട്ടോ. അപ്പോൾ അതിനുള്ളൊരു മാറ്റമാണ് ഞാൻ ഈ വരുത്താൻ പോകുന്നത്. അതിനെന്താക്കണോ താഴെയുള്ള ഓപ്ഷനിൽ ലാസ്റ്റിൽ റോക്ക് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും കേട്ടോ. അവിടെ പോയി കണ്ട് നമുക്ക് നെക്കി കൊടുത്താൽ ഇതുപോലെയുള്ള പേജ് വരും. അതിനുശേഷം നമ്മുടെ ആ ഒരു യൂട്യൂബ് എന്ന ഭാഗത്ത് സൈഡിലായിട്ട് വൈറ്റ് ഭാഗം കണ്ടില്ല അതുപോലെ വരും കേട്ടോ. നമുക്ക് വൈറ്റ് മാത്രമല്ല ഏത് കളർ വേണമെങ്കിലും യൂസ് ആക്കാം. ഞാനിവിടെ ബ്ലാക്കിൽ വൈറ്റാണ് ആക്കി കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇനി നമുക്ക് ബാക്കിയുള്ള ടെക്സ്റ്റും കൂടി ഒന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ അടുത്ത് ഞാൻ ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് സൂപ്പർ തമ്പനെയിൽ എന്നാണ് ചെയ്ത് കൊടുക്കുന്നത്. അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നേരത്തെ കാട്ടിയ പോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റൈലിലാക്കുക, അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന കളറിലൊക്കെ ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ക്ലിയർ ആയിക്കാണ്ട് കാണാം നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് കേട്ടോ.
നേരത്തെ കാട്ടിയ പോലെ തന്നെ കളർ ചൂസ് ചെയ്തു. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊരു കളറ് ആഡാക്കാം. ഞാനിവിടെ റെഡ് കളറാണ് ആക്കിയിട്ടുള്ളത് കേട്ടോ. അതിനുശേഷം ഇതുപോലെ തന്നെ ബാനർ സെറ്റാക്കാം. അതിന് മുമ്പ് ഇപ്പോൾ ഇതാക്കണോ ഇനി ഇതുപോലെ ഫൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫൗണ്ട് ആക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിപ്പോൾ ഒരു സെൻറ്റൻസ് ആണത്. ഇത് സെപ്പറേറ്റ് ആയിക്കാണ്ട് 2 സെൻറ്റൻസിൻ്റെ പോലെ താഴെയും മുകളിലാക്കാനുള്ള ഓപ്ഷനായിട്ട് കാണിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൻ്റെ തൊട്ടടുത്തുണ്ടാവട്ടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാകും. അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് ഒരു പാരഗ്രാഫിൻ്റെ മോഡലാക്കിയിട്ട് സെൻറ്റർ ഭാഗത്തേക്ക് പറ്റുന്ന വിധത്തിലൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഈ രീതിയിലൊന്നായി വരും. ഇത് നേരത്തെ കാട്ടിയ പോലെ തന്നെ നമുക്കതൊന്ന് സെറ്റാക്കി വെക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒക്കെ സെറ്റാക്കി വെക്കുന്നുള്ളൂ കേട്ടോ. ഇനി അടുത്തത് ഇതുപോലെ തന്നെ നേരത്തെ കാണിച്ച പോലെ തന്നെ ആ ഒരു വൈറ്റ് ഭാഗം ഒന്ന് കൊണ്ടുവന്ന് വരികയാണ്. ഇതാക്കണം വൈറ്റ് ഭാഗം ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതൊന്ന് എത്രത്തോളം വേണമെന്നില്ല, ഒരുപാട് വൈറ്റ് ഒന്നും ആക്കാൻ നിൽക്കരുതിട്ടോ. അപ്പോൾ ഒരു ബോറേക്കരം ഒരുപാട് നാക്കാതെ ഒരു മീഡിയം സൈസിലൊന്നും ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി അടുത്ത ഓപ്ഷനും കൂടി നെക്കി കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ആ ഫൗണ്ടൊന്ന് മാറ്റി കൊടുക്കുകയാണ് വെച്ചൊരു ഇത് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ നമ്മൾ നേരത്തെ യൂട്യൂബിലാക്കിയ ആ ഒരു സ്റ്റൈൽ തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് കാണാൻ കുറച്ചൊരു ഭംഗിയായിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് വലിപ്പമൊക്കെ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഒരു ടെക്സ്റ്റും കൂടിയും എഴുതി കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ടെക്സ്റ്റ് ആഡാക്കി അതിന് ശേഷം ഇതാക്കണം ഇതുപോലെ ഒരു പേജ് വന്നു ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇനി ചെയ്യുന്നത് നിർമ്മിക്കാം എന്ന ഒരു ടെക്സ്റ്റാണ് ഇവിടെ എഴുതി കൊടുക്കുന്നത്. അത് മലയാളത്തിലാണ് എഴുതുന്നത്. ഇതാക്കണം നിർമ്മിക്കാം എന്നൊരു ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ ഇതുപോലെ നേരത്തെ കാട്ടിയ പോലെ തന്നെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം. അപ്പം ഞാനിവിടെ ഒരു യെല്ലോ കളറാട്ടോ ചൂസാക്കുന്നത്. അതിനുശേഷം ഇതിനൊരു ബാനർ വെക്കുന്നുണ്ട്. നമ്മൾ മലയാളം ആയതുകൊണ്ട് ഫൗണ്ട് പറ്റൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഓപ്ഷനാണ് എടുത്തിട്ടുള്ളത്. ടെയിൽ എന്ന ഓപ്ഷനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതൊന്നാക്കിയതിന് ശേഷം ഇനി ബാനർ വെക്കുന്നുണ്ട്. ബാക്കിൽ ബാക്ക്ഗ്രൗണ്ട് ആയിക്കാണ്ട്. അപ്പോൾ ഞാനവിടെ ബ്ലാക്ക് ആണ് കേട്ടോ ആക്കി കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ടി എന്നൊരു ഓപ്ഷനിലാണ് ഈ ബാക്ക്ഗ്രൗണ്ട് എന്ന് വന്നിട്ടുള്ളത്. അതൊന്നാക്കിയതിന് ശേഷം ഇതുപോലെ ബ്ലാക്ക് ഒന്നാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ ഒരു വലിപ്പങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കാം. ഓരോന്നായിട്ട് സെറ്റാക്കാം കേട്ടോ. അപ്പോൾ ഇതാക്കണം ആ യൂട്യൂബിൻ്റെ ആ ഒരു ലോഗോ ഞാൻ കുറച്ച് വലുതാക്കി കൊടുത്തിട്ടുണ്ട്. യൂട്യൂബും അതുപോലെ കുറച്ച് വലുതാക്കി കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം സൂപ്പർ തമ്പനയിൽ എന്ന ആ ഒരു ഓപ്ഷനൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കണം ഇവിടെ നമ്മൾ എഴുത്തൊന്ന് ഫില്ലായിട്ടുണ്ട്. ഇതിലേക്ക് ഫോട്ടോ ആഡ് ആക്കാവുന്നതാണ് കേട്ടോ. അത് ഞാൻ നേരത്തെ കാട്ടിയ പോലെ തന്നെ ആ ഒരു സെൻറ്റർ ഭാഗത്തേക്ക് നീക്കിയതിന് ശേഷം ഇതുപോലെ ഗാലറിയിലേക്ക് പോയിട്ടോ. ഗാലറിയിലേക്ക് പോയതിന് ശേഷം ഇതുപോലെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ റിമൂവ് ചെയ്ത ഒരു പിക്കാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് അതിനനുസരിച്ച് വലിപ്പം ഒട്ടേറെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചൊക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിലൊന്നാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വന്നിട്ടുണ്ടാവും എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ റിമൂവ് ചെയ്ത് കൊടുക്കുക എന്ന് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഗൂഗിൾ എടുത്തിട്ടുണ്ട്. ഗൂഗിളിൽ ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാക്കണം ഈ ഒരു ഓപ്ഷന് വന്ന് ഫസ്റ്റത്തെ ഓപ്ഷന് കണ്ടില്ലേ, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാക്കണം ഇതുപോലെ ഒരു പേജ് വരും. ഇനി നമുക്ക് ഏതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് ഡിലീറ്റ് ആക്കാവുന്നതെന്ന് വെച്ചാൽ അതൊന്ന് ചൂസാക്കാം. അപ്പോൾ ഇതാക്കണം ഞാൻ ആ പിക്കാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കിത് റിമൂവ് ചെയ്ത് കണ്ട് വരും കേട്ടോ. കണ്ടില്ല ഇതുപോലെ നായി വന്നിട്ടുണ്ട്. ഇനി ആ ഡൗൺലോഡ് ബട്ടൺ വന്നേക്ക് ഡൗൺലോഡ് ആക്കാം കേട്ടോ. അപ്പോൾ നേരെ ഗാലറിയിലേക്ക് പോയി നോക്കിയാൽ ആ ഒരു ഭാഗം നമുക്ക് കാണാവുന്നതാണ്. ഗാലറിയിൽ ഡയറക്റ്റ് ആയി കണ്ടൊന്ന് ആഡായിട്ടുണ്ടാവും കേട്ടോ. കണ്ടില്ല ഇതുപോലെ ഒന്ന് ആയിട്ടുണ്ട്. നമുക്ക് ചെയ്യാം ഇതുപോലെ തന്നെ യൂട്യൂബിൻ്റെ ഒക്കെ നമ്മൾ ആ ഒരു വൈറ്റ് ഭാഗം കൊടുത്തില്ല, അതുപോലെ നമ്മൾ പിക്ചറിന് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. അത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇപ്പോൾ ഞാൻ എന്താക്കണം ഈ ഒരു രീതിയിലൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാക്കണം നമ്മുടെ യൂട്യൂബിൽ തമ്പിനെയിൽ നമ്മൾ നിർമ്മിച്ച് കഴിഞ്ഞു കേട്ടോ. ഞാനിപ്പോൾ ഈ ചെയ്യുന്ന വീഡിയോൻ്റെ തമ്പിനെയിലാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അവിടെ എല്ലാത്തിനും ടിക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് നോക്കാം എങ്ങനെയുണ്ട്, പെർഫെക്റ്റ് ആയിക്കണോ ഇല്ലേ നോക്കിയതിന് ശേഷം മേലെ സേവ് എന്നൊരു ബട്ടൺ ഉണ്ടാവും. അവിടെ പോയിക്കാണ്ട് സേവ് ടു ഗാലറി എന്നൊരു സേവിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ യൂട്യൂബിൽ നമ്മൾ ആദ്യം കാണുന്ന ഈ ഒരു തമ്പിനെയിൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഗാലറിയിൽ പോയാൽ അത് കാണും കേട്ടോ. ഞാൻ ഈ രീതിയിലാണ് എൻ്റെ തമ്പിനെയിലൊക്കെ പെർഫെക്റ്റ് ആക്കി കണ്ട് നല്ല രീതിയിലൊന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ യൂട്യൂബ് ചാനലിൽ കുറച്ച് പേര് കമൻറ്റായി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റത്തെ എൻഡ് സ്ക്രീൻ എങ്ങനെ വെക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ.
ആദ്യം നമ്മൾ ഫോണിൽ ക്രോം എടുക്കാം കേട്ടോ. ക്രോം എടുത്തതിന് ശേഷം അതിൽ യൂട്യൂബ് സ്റ്റുഡിയോ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ നമ്മളെ ചാനൽ ഡെസ്ക്ടോപ്പ് വഴി ഇതേപോലെ വരും കേട്ടോ. ഇങ്ങനെ ഒരു പേജിലായിട്ട് വരും. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും. അതെടുത്തതിന് ശേഷം ആ ഒരു പേജിൽ നമുക്ക് വീഡിയോസ്, അതുപോലെ നമ്മുടെ അപ്ഡേറ്റ് ചെയ്ത ഷോർട്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിലുണ്ടാവും കേട്ടോ. കണ്ടില്ല, അതുപോലെ വീഡിയോസ് ഓരോന്നായിട്ടുണ്ടാകും. അപ്പോൾ അതിൽ ഏറ്റവും മുകൾ ഭാഗത്ത്, അതായത് നമ്മുടെ ആ ഒരു പേരുണ്ടല്ലോ, JM_SSS എന്ന എൻ്റെ ചാനലിൻ്റെ തൊട്ട് താഴെ തന്നെ ഉണ്ടാകും കസ്റ്റമൈസ് ചാനൽ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടാവും കേട്ടോ. അതും നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഡയറക്റ്റ് ആയിക്കാണ്ട് YT സ്റ്റുഡിയോയിൽ കൂടി പോയിക്കാണ്ട് ഡെസ്ക്ടോപ്പ് വഴി എത്തും. അപ്പോൾ ഇതാകൊണ്ട് ഇതുപോലെ ഒരു പേജായിരിക്കും കേട്ടോ ഓപ്പണായി വരുന്നത്. അതിൽ നിന്ന് ഇടത്ത് ഭാഗത്തുണ്ടാവും കണ്ടൻറ്റ് പറഞ്ഞൊരു ഓപ്ഷൻ കേട്ടോ. ആ ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മുടെ അപ്ഡേറ്റ് ചെയ്ത എല്ലാ വീഡിയോസും അവിടെ കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒരു പേജായിരിക്കും അപ്പോൾ ഓപ്പണായി വരുന്നത്. അപ്പോൾ ഞാനിവിടെ നേരെ മുകളിലുള്ള ഒരു വീഡിയോ ആണ് സെലക്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ കുറേ ഓപ്ഷൻസൊക്കെ വന്നിട്ടുണ്ട്. നമ്മളെല്ലാ അപ്ഡേറ്റ് ചെയ്ത എല്ലാ വീഡിയോസും ഇതിലുണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ വീഡിയോസിനൊക്കെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിൽ എഴുതിയിട്ടുണ്ടാവും കേട്ടോ, കോപ്പിറൈറ്റ് ഉണ്ടോ അതോ വേറെ എന്തെങ്കിലും സ്ട്രൈക്ക് കിട്ടിയിരിക്കണോ എന്നൊക്കെ ആ ഒരു പേജിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഞാൻ ആദ്യം മുകളിലത്തെ ഫുഡ് ചലഞ്ചിൻ്റെ ആ വീഡിയോക്കാണ് ഞാനിവിടെ എൻ്റെ സ്ക്രീനിൽ വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതുപോലൊരു പേജ് ആയിരിക്കും ഓപ്പണായി വരുന്നത്. ഇതിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു പേജിലുണ്ടാവും കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സ്, അതുപോലെ ടാഗ് കൊടുക്കേണ്ടത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാകും. അതിൻ്റെ വലത്ത് ഭാഗത്തുണ്ടാവും എൻഡ് സ്ക്രീൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും കേട്ടോ. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു പേജ് ഓപ്പണായി വരും. ആ ഒരു പേജിൻ്റെ സൈഡിലായിക്കാണ്ട് കുറേ ഓപ്ഷൻസ് ഉണ്ടാവും കേട്ടോ. നമുക്ക് എങ്ങനെയാണ് എൻഡ് സ്ക്രീന് വെക്കേണ്ടത് കണ്ടില്ല, ഇതുപോലെ ഉണ്ടാവും. സ്ക്രീനിൻ്റെ സമയത്ത് നമുക്ക് വീഡിയോ അതേപോലെ സബ്സ്ക്രൈബ് ആണെന്നുണ്ടെങ്കിൽ അവിടെ അതിനുള്ള ഓപ്ഷൻ ഉണ്ടാകും. ഈ വീഡിയോസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അതിന് വേറൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ 2 വീഡിയോസ് പ്ലേലിസ്റ്റ് ആണ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാകും കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടപ്രകാരം ചൂസ് ആക്കാം. ഞാൻ അധികം 4 വീഡിയോസ് അല്ലെങ്കിൽ 2 വീഡിയോസാണ് ആഡ് ചെയ്യൽ കേട്ടോ. ഞാനിപ്പോൾ ഈ 2 വീഡിയോ എല്ലാം ഓരോ ഓപ്ഷനുമ്പോൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതാകൊണ്ട് ഇതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് 2 വീഡിയോ ഇവിടെ അപ്ഡേറ്റ് ചെയ്യാം. ആ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. 2 ബോക്സാണ് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ. അതിൽ നിന്ന് നമുക്ക് ഓരോ വീഡിയോസിന് ചൂസ് ആക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു ബ്ലൂ കളറിലൊരു ബോക്സ് വന്നിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ ചോയ്സ് സ്പെസിഫിക് വീഡിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും കേട്ടോ. നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മുടെയൊക്കെ ഏത് വീഡിയോ ആണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്, അതായത് എൻ്റെ സ്ക്രീനിൽ ഏത് വീഡിയോ ആണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. എല്ലാ വീഡിയോസും അവിടെ കാണിക്കും, അതായത് ഷോർട്സ് വീഡിയോസും ഒക്കെ ഉണ്ടാവും കേട്ടോ അവിടെ. അതിനുശേഷം നമുക്ക് ഏത് വീഡിയോ ആണ് അടുത്തത് ചൂസ് ആക്കാവുന്നത് വെച്ചാൽ അതിനനുസരിച്ച് ചൂസ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 എണ്ണം ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ സ്ഥലത്ത് നമുക്ക് പ്ലേലിസ്റ്റ് നിങ്ങളെ ചാനലിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൻ്റെ ഓപ്ഷന് നെക്കി കൊടുത്തതിന് ശേഷം പ്ലേലിസ്റ്റിലേക്ക് പോയിക്കാണ്ട് അതും ആഡാക്കി കൊടുക്കാം കേട്ടോ. ഈ എൻഡ് സ്ക്രീനിൻ്റെ ഉപകാരം എന്ന് പറയുന്നത് നമ്മുടെ പഴയ വീഡിയോസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് വ്യൂസൊന്നും ഇല്ലാത്ത വീഡിയോസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എൻഡ് സ്ക്രീനിലേക്കാണ് വെച്ച് കൊടുത്താൽ നമ്മളെ ആ ഒരു വീഡിയോയിലേക്ക് പെട്ടെന്ന് അവർക്ക് എത്താൻ കഴിയും കേട്ടോ. ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് എൻ്റെ സ്ക്രീൻ വെക്കുക എന്നുള്ളത്. ചില വ്ളോഗേഴ്സൊന്നും അങ്ങനെ വെക്കാറില്ല, അല്ലാത്തവരൊക്കെ ചിലവരൊക്കെ വെക്കലുണ്ട് കേട്ടോ. ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ്. ഞാനിവിടെ ഇതാക്കണ വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് എപ്പോഴാണ് ഈ വീഡിയോ എൻ്റെ സ്ക്രീനിൻ്റെ ഇതുപോലെ ഒരു ബോക്സിൽ വേണ്ടത് എന്ന് വെച്ചാൽ അതിനും ഓപ്ഷൻ ഉണ്ട്. ടൈം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. എല്ലാവരും ഇത് ഒരു എൻഡ് സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ ലാസ്റ്റ് ആ ഒരു 2-3 സെക്കൻഡ്, ഒരു 10 സെക്കൻഡിൻ്റെ ഉള്ളിലാണ് ഈ ഒരു വീഡിയോ വെക്കൽ കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ ഓപ്ഷൻ ഉണ്ടാകും, സേവ് എന്ന ഓപ്ഷൻ ഉണ്ടാകും. അത് പോയിക്കാണ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ സേവ് ആയിട്ടുണ്ടാവും കേട്ടോ. അടുത്തത് പറയാൻ പോകുന്നത് ഐ ബട്ടൺ എങ്ങനെ വെക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ എൻ്റെ സ്ക്രീനിൻ്റെ തൊട്ട് താഴെ തന്നെ ഉണ്ടാവും കാർഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇതുപോലൊരു പേജ് ഓപ്പൺ ആയി വരും കേട്ടോ. അവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. വീഡിയോ ആണ് ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വീഡിയോ ആഡ് ചെയ്യാം, അല്ല പ്ലേലിസ്റ്റ് ആണ് വേണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ എല്ലാ ഓപ്ഷൻസും അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ആണ് ആഡ് ചെയ്യുന്നത്.
ഞാൻ എൻ്റെ ഒരു പഴയ ഒരു വീഡിയോ എടുത്തുകൊണ്ടാണ് ഇതിന് മുകളിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് നമുക്ക് സമയം സെറ്റ് ചെയ്യുക, എപ്പോഴാണ് ഏത് ടൈമിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മുകളിൽ ഐ ബട്ടൺമേൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കാണോ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ടൈമൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 2 മിനിറ്റ് ആകുമ്പോൾ ഉള്ള ആ രീതിയിലാണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ സൈഡിൽ അതുപോലെ സേവ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. സേവുമ്പോൾ പോയിക്കാണ്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ ഏത് വീഡിയോ ഒക്കെ ഇതൊക്കെ വെച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ പോയിക്കാണ്ട് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. യൂട്യൂബിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു സെറ്റ് ചെയ്ത ആ ഒരു വീഡിയോ എടുത്തതിന് ശേഷം ഓപ്പൺ ആക്കി കൊടുക്കട്ടോ. ഈ ബട്ടൺ ഇവിടെ വന്നിട്ടുണ്ട്. 2 സെക്കൻഡ് ആയപ്പോഴാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഞാൻ 2 മിനിറ്റിന് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ടൈം സെറ്റ് ചെയ്തപ്പോൾ 2 സെക്കൻഡിലാട്ടോ വന്നത്. എൻ്റെ മിസ്റ്റേക്കാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഐ ബട്ടൺമേ ക്ലിക്ക് ചെയ്ത ആ ഒരു വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയാൽ അതിലും കാണാൻ പറ്റും കേട്ടോ. ഇതുകൊണ്ട് ഇതുപോലെ ഒന്ന് നമുക്ക് ആ വീഡിയോ കാണാൻ പറ്റും. അതിന് ശേഷം ഇനി എൻ്റെ സ്ക്രീൻ എങ്ങനെ വരുന്നതെന്ന് കാണിച്ചു തരാം. ഇതാകൊണ്ട് ഈ ഒരു ടൈമിലാവുമ്പോഴായിരിക്കും എൻ്റെ സ്ക്രീൻ ഇതുപോലെയാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ, അസ്സലാമു അലൈക്കും.